ജിബിൻ ജെബിയും സി കെ അഭിലാലും കെ ബി ശ്രീധരനും ചേരുന്നുണ്ട്. ആദ്യം ജിബിനിലേക്ക് പോകാം. ജിബിൻ, ഇപ്പോൾ ഒരു ന്യൂനമർദ്ദ സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കേരള തീരത്ത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? ആര്യ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഈ മഴ മുന്നറിയിപ്പ് സംസ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ നമുക്ക് മഴ മുന്നറിയിപ്പുള്ളത് സംസ്ഥാനത്ത് 9 ജില്ലകൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഇതിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ മുതൽ തൃശ്ശൂർ വരെയും കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിലുള്ളത്. ലക്ഷദ്വീപിലും യെല്ലോ അലർട്ടാണ്. തമിഴ്നാട് നാളെ ഉച്ചയോടുകൂടി തന്നെ ആൻഡമാൻ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുമെന്നും പിന്നീട് ഇത് അതിതീവ്ര ന്യൂനമർദ്ദമായി തമിഴ്നാട് തീരത്തേക്ക് പോകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലും ഇപ്പോൾ ഈ ഒരു മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഇന്നലെ രാവിലെ മുതൽ തന്നെ അതിതീവ്ര മഴയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ പെയ്തിറങ്ങിയത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആ ഒരു കനത്ത മഴയ്ക്ക് ശമനം വന്നിരുന്നു. ഇന്ന് ഇടവിട്ട മഴയാണ് പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഈ മലയോര മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള പൊന്മുടി, കല്ലാർ ഇക്കോ ടൂറിസം ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അങ്ങോട്ടേക്ക് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ ഒരു ചക്രവാത ചുഴി രൂപപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ന്യൂനമർദ്ദനത്തിന് സാധ്യതയുള്ളത്. ഇത് തമിഴ്നാട് തീരത്തേക്ക് പോകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഭാഗമായി കേരളത്തിലും പ്രത്യേകിച്ച് കേരളത്തിന്റെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ശരി ജിബിൻ. അഭിലാൽ, ഇപ്പോൾ ഇന്ന് അഭിലാൽ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ അവിടെ കാണുന്നത് നല്ല വെയിലാണല്ലോ. അതെ, നഗര മേഖലകളിൽ പൊതുവെ മഴയുടെ അളവ് കുറവാണ്. കഴിഞ്ഞ രാത്രിയിൽ ചെറിയ മഴ ഇടതടവില്ലാതെ പെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ പുലർച്ചയോടുകൂടി സ്ഥിതി മാറുകയും തെളിഞ്ഞ കാലാവസ്ഥ എന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നെങ്കിൽ പോലും ആകാശം മേഘാവിതമായി തുടരുകയാണ്. മഴ നഗര മേഖലകളിൽ കഴിഞ്ഞ ഒരു 7-8 മണിക്കൂർ സമയമായി ലഭ്യമാകുന്നില്ല. അതേസമയം തന്നെ പശ്ചാത്തലത്തിൽ കാണാൻ കഴിയുന്നത് കലങ്ങി മറിഞ്ഞ് കുത്തി ഒലിച്ചു പോകുന്ന അച്ചൻകോവിലാറാണ്. പലയിടങ്ങളിൽ നിന്നും ചെറുതടികളടക്കം ഈ വെള്ളം കുത്തി ഒലിപ്പിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയുണ്ട്. പലയിടങ്ങളിലും പ്രത്യേകിച്ചും നദിയോട് ചേർന്ന താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. കോന്നി, അരുവാപ്പുലം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ചെറിയ ഇടങ്ങളിലൊക്കെ തന്നെയാണ് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. മറ്റിടങ്ങളിലേക്ക് വരികയാണെങ്കിൽ കരതൊട്ട് ഒഴുകുന്ന സ്ഥിതിയാണ് ഉള്ളത്. പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഗ്രാമ മേഖലകളിൽ മഴയുടെ അളവ് താരതമ്യേന കുറവാണെങ്കിൽ പോലും കിഴക്കൻ മേഖല, പ്രത്യേകിച്ച് പത്തനംതിട്ടയും കൊല്ലം ജില്ലകളും അതിർത്തി പങ്കിടുന്ന അച്ചൻകോവിൽ വനമേഖലയിൽ കഴിഞ്ഞ രാത്രി കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് അച്ചൻകോവിലാർ കരതൊട്ടൊഴുകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ പ്രതിഫലനം സമാനമായ മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇതര നദികളിലും, കൊല്ലം ജില്ലയിൽ കൂടി കടന്നു പോകുന്ന ഇതര നദികളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഓറഞ്ച് അലേർട്ട് എന്നുള്ളത് അതിനാൽ തന്നെ മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ട്. പക്ഷേ നദി നല്ല നിലയിൽ തന്നെ ഒഴുകി പരക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലത്തെ അപേക്ഷിച്ച് പത്തനംതിട്ടയിലൂടെ കടന്നു പോകുന്ന മേഖലയിലൊക്കെ തന്നെ അച്ചൻകോവിലാറിൽ ജലനിരപ്പിൽ കാര്യമായ ഉയർച്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് തുമ്പമൺ അടക്കമുള്ള മേഖലകളിലെ താമസക്കാർ അതീവ ജാഗ്രതയോടുകൂടി ജലനിരപ്പിനെ നോക്കിക്കാണേണ്ട സ്ഥിതിയുണ്ട്. അതേസമയം തന്നെ കിഴക്കൻ മലയോര മേഖലകളിലെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഗവി. അവിടേക്ക് സഞ്ചാരികളെ താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട്. ജോലി ആവശ്യമായി പോകുന്നതല്ലാതെ സഞ്ചാരികളെ ആരെയും കടത്തിവിടേണ്ടതില്ല എന്ന് വനം വകുപ്പ് തീരുമാനം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. ജില്ലയിലെ മറ്റ് നദികൾ പമ്പ, മണിമല എന്നിവയിൽ കാര്യമായ ജലനിരപ്പിൽ ഉയർച്ചയുണ്ടായിട്ടില്ല.